തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷയ്ക്ക് വഴി നൽകിയില്ല എന്നാരോപിച്ച് ഹോട്ടൽ ജീവനക്കാർക്ക് മർദ്ദനം. ചാത്തന്നൂർ സ്വദേശി അഭി, ചിറയൻകീഴ് സ്വദേശി ദിവ്യ എന്നിവർക്ക് പരിക്കേറ്റു. കഴക്കൂട്ടത്തെ കോൺഗ്രസ് ഭാരവാഹി ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ദേവൻ എം പി നൽകുന്ന വിശദാംശങ്ങൾ. ദേവൻ, എന്താണ് ഈ സംഭവം? അരുണ്യ, ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് കഴക്കൂട്ടം ദേശീയപാതയ്ക്ക് സമീപമുള്ള ഹോട്ടലിന് മുന്നിൽ ഈ ആക്രമണം നടക്കുന്നത്. കഴക്കൂട്ടത്ത് തന്നെ പ്രവർത്തിക്കുന്ന അൽതാജ് എന്ന് പറയുന്ന ഹോട്ടലിലെ ജീവനക്കാരാണ് ഈ സംഭവത്തിൽ മർദ്ദനമേറ്റ അല്ലെങ്കിൽ പരിക്കേറ്റ അഭിയും ഒപ്പം തന്നെ ദിവ്യയും. ഇരുവരും ജോലി കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങവെയാണ് എതിർദിശയിൽ വന്ന വാഹനവുമായി ഇത്തരത്തിൽ ഒരു വഴിത്തർക്കം ഉണ്ടാകുന്നത്. ഇരുവരും സഞ്ചരിച്ച ഓട്ടോറിക്ഷയും ഒപ്പം തന്നെ എതിർദിശയിൽ വന്ന കാറുമായി ഇത്തരത്തിൽ ഒരു വഴി നൽകാത്തതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. പിന്നീട് ഈ വഴിയരികിൽ ഇരുവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്കുതർക്കത്തിൽ ആദ്യം ഏർപ്പെട്ടു. പിന്നീട് വീണ്ടും ഈ കഴക്കൂട്ടം ബ്ലോക്ക് ഭാരവാഹിയായിട്ടുള്ള ഷാജിയുടെ നേതൃത്വത്തിൽ പുറമേ നിന്ന് വിളിച്ച ആളുകൾ കൂടി എത്തിയാണ് ഈ ഒരു സംഘർഷം രൂക്ഷമായത്. പിന്നീട് തുടർച്ചയായി അവിടെ ഒരു മർദ്ദനത്തിന്റെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുകയായിരുന്നു. അഭിക്ക് തറയോട് കൊണ്ടുള്ള അടിയിൽ അഭിയുടെ തലയ്ക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ യുവതിയായിട്ടുള്ള ദിവ്യയ്ക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ദിവ്യയുടെ വയറ്റിൽ ചവിട്ടുകയും കാര്യമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരും ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഈ സംഭവത്തിൽ അതായത് ഷാജിക്ക് പരിക്കേറ്റതെന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹവും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല സംഭവ സമയത്ത് അവിടെ ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ നിന്നും നേരിട്ട് മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും ഈ ഓട്ടോറിക്ഷയ്ക്ക് വഴി നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഹോട്ടൽ ജീവനക്കാരായ 2 പേർക്ക് ഇത്തരത്തിൽ കഴക്കൂട്ടം കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയുടെ നേതൃത്വത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നത്. നിലവിൽ പരിക്കേറ്റ ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. കഴക്കൂട്ടം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അരുണ്യ.